بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم إنا نسألك خير هذه الليلة وخير ما في بعدها، نورها وبركتها وهداها، ونعوذ بك من شر هذه الليلة وشر ما في بعدها. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ദിക്റുള്ള കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങൾ, ചില നേട്ടങ്ങൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇത് റബ്ബിനെ ഓർക്കുന്ന വിഷയമാണ്. ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ ഓർക്കുക എന്നുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യവും പവിത്രതയുമുള്ള ഒരു വിഷയമാണിത്. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ദിക്റുല്ലാഹ് ഹുവ ഉൻവാനു സആദ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് എല്ലാ സൗഭാഗ്യത്തിൻ്റെയും അടയാളം. അതുപോലെ തന്നെ വസബീലുൽ ഫലാഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും വിജയം ലഭിക്കുക എന്നുള്ളതിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത്. എല്ലാ ഖൈറും, എല്ലാ സൗഭാഗ്യവും, അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കുന്നതിലൂടെയാണ് എന്ന്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എല്ലാ ഇബാദത്തുകളും നിശ്ചയിച്ചു തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ശാരീരികമായി നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണ്? നിസ്കാരമാണ്. ആ നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? വഅഖിമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി എന്ന. നിസ്കാരത്തിൻ്റെ മഹത്വം നമുക്ക് ആർക്കും അറിയാത്ത കാര്യമല്ല. അഫ്ദലുൽ അഅമാൽ അൽ ബദനിയ, ശാരീരികമായി നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അഫ്ദലായത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൻ്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി എന്നാണ്. യഥാർത്ഥത്തിൽ നിസ്കാരം മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയത് അവനെ സ്മരിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, മറ്റ് ഏത് ഇബാദത്തുകളും ഇപ്രകാരം തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അയ്യുൽ ജിഹാദി അഅ്ദമു അജ്റ, അല്ലാഹുവിൻ്റെ റസൂലേ, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ജിഹാദ് ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ,
അള്ളാഹുവിനെ ഏറ്റവും സ്മരിക്കാൻ സഹായകമാകുന്ന ജിഹാദാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിച്ചു, ഫഅയ്യു സ്വാഇമീന അഅ്ദമു അജ്റ, നോമ്പുകാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ, നോമ്പ് അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ആ നോമ്പിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കപ്പെടുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ കാര്യം ചോദിക്കപ്പെട്ടു, സകാത്തിൻ്റെ കാര്യം ചോദിക്കപ്പെട്ടു, ഹജ്ജിൻ്റെ കാര്യം ചോദിക്കപ്പെട്ടു, സ്വദഖയുടെ കാര്യം ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെല്ലാം മറുപടി പറഞ്ഞത് അക്സറുഹും ലില്ലാഹി ദിക്റ, ഈ ഇബാദത്തിലെല്ലാം അതെല്ലാം മഹത്വമുള്ളതാകുന്നത്, അതിനെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുമ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്, യാ അബാ ഹഫ്സ് ദഹബ الذاكرون بكل خير, അബൂ ഹഫ്സ് ഉമർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ എല്ലാ ഖൈറുമായി പോയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് പറഞ്ഞു, അജൽ, അതെ. അപ്പോൾ നോക്കൂ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ദിക്റുല്ലാഹ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ തങ്ങളുടെ മനസ്സുകളിൽ അതുപോലെ തന്നെ ശരീരങ്ങളിൽ പ്രവർത്തനങ്ങളിലൂടെ ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലം, വലിയ ദറജകൾ അവർക്ക് പരലോകത്തും ഇഹലോകത്തും കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ജീവൻ, അതിലാണുള്ളത്. ഹൃദയത്തിൻ്റെ റൂഹ്, ഹൃദയത്തിൻ്റെ ആത്മാവ്, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം, അതിനെ ശക്തി, അത് വർദ്ധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, അത് നല്ല ശക്തമായ ഒരു ഹൃദയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തിയോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനവുള്ളതായി കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവിനെ എപ്പോഴും നീ പച്ച പിടിപ്പിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിക്ക് ഒരു ഉപദേശം കൊടുത്തതാണ്. ഈ ഉപദേശം കൊടുക്കാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി, അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു ചോദിച്ചു, യാ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസുറത് അലൈ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരാൾ പരാതി പറയണത്, ഈ പരാതി ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസുറത് അലൈ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്ലാമിൻ്റെ ശരീഅത്തിലെ നിയമങ്ങൾ, അതിലെ ഇബാദത്തുകൾ, അത് ഒരുപാടുണ്ട്. ഈ ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് കർമ്മങ്ങൾ ഇതെനിക്ക് ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കുന്നില്ല. അല്ലെ, സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ സ്ഥിരമായി ചെയ്യാൻ ഒരു ശ്രേഷ്ഠമായ ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് വ്യക്തി ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവിനെ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്മരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവായി നിന്റെ നാവ് എപ്പോഴും നനവുള്ളതാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ വ്യക്തിക്ക് അറിയിച്ചു കൊടുത്തത് വളരെ കേവലം തീരെ ഒരു കായികാധ്വാനമോ ഒരു പ്രയാസമോ ഇല്ലാത്ത വളരെ ലളിതമായ ഒരു അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്.
ഇത് പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും കായിക അധ്വാനമുണ്ടോ? സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. വളരെ എളുപ്പമുള്ള ഒരു ഇബാദത്താണ് പഠിപ്പിച്ചു കൊടുത്തത്. എളുപ്പമുള്ള ഇബാദത്താണ് എന്നതുകൊണ്ട് ഇതിൻ്റെ പ്രതിഫലത്തിൽ, അതിൻ്റെ ശ്രേഷ്ഠതയിൽ വല്ല കുറവുണ്ടോ? ഇല്ല, ഒരു കുറവുമില്ല. പ്രതിഫലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അതുപോലെ തന്നെ ശ്രേഷ്ഠതകളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന, എന്നാൽ പ്രവർത്തിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ വളരെ എളുപ്പമുള്ള ഒരു ഇബാദത്താണ് ഈ പരാതി പറഞ്ഞ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ദിക്ർ അത് എത്ര കൂടുതൽ ഒരുവൻ ചെയ്താലും അള്ളാഹുവിനെ നാവ് കൊണ്ട് സ്മരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റിന് ഒരുപാട് ഇനങ്ങളുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഇങ്ങനെ കൂടിയിരിക്കൽ ഇതൊരു ദിക്റാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു അല്ല ദിക്റാണ്. ദിക്റിന് ഒരുപാട് ഇനങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ദിക്ർ അള്ളാഹുവിനെ നാവ് കൊണ്ട് സ്മരിക്കുക എന്നുള്ളതാണ്. ഈ ദിക്ർ അത് എത്ര തന്നെ അധികരിച്ചാലും വളരെ എളുപ്പമുള്ള ഇബാദത്താണ് എന്നാണ്. എത്ര തോനെ ഈ ദിക്ർ ചൊല്ലുന്ന ഒരാളാണെങ്കിലും അത് എളുപ്പമുള്ളൊരു ഇബാദത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഒരാൾ എത്ര തന്നെ ദിക്ർ ചൊല്ലിയാലും അവന് പ്രയാസം, ഒരു ശാരീരികമായൊരു ക്ഷീണം, ഒരു പ്രയാസം അതുകൊണ്ടുണ്ടാകുന്നില്ല. ചിലപ്പോൾ ഈ ദിക്റിനോടൊപ്പം ശാരീരികമായ അമലുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പ്രയാസമുള്ളതാകും. നിസ്കാരം, ജിഹാദ്, അതുപോലെയുള്ള അമലു സ്വാലിഹാത്തുകൾ ഈ ദിക്റിനോടൊപ്പം വന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് ഭാരമുള്ളതായി തീരും. എന്നാൽ കേവലം അള്ളാഹുവിനെ നാവ് കൊണ്ട് ഓർക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്കും എന്തുണ്ടാകില്ല, ഒരു പ്രയാസം, ഒരു മശക്കത്ത് അതുകൊണ്ടുണ്ടാകുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ദിക്ർ എന്നുള്ളത് അത് വളരെ എളുപ്പമുള്ളൊരു ഇബാദത്താണ്, എന്നാൽ അതിൻ്റെ പ്രതിഫലത്തിൽ യാതൊരു കുറവുമില്ല, അതിൻ്റെ ശ്രേഷ്ഠതയിൽ യാതൊരു കുറവുമില്ല എന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, രണ്ട് വാക്കുകൾ, അത് നാവിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ ഉച്ചരിക്കാൻ വളരെ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞ വാക്കാണിത്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, രണ്ട് വാചകങ്ങൾ, അത് നാവിന് വളരെ ലഘുവായി ഉള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്റിനെ പറ്റി പഠിപ്പിക്കുന്നതിന് ആദ്യം പറഞ്ഞ കാര്യമാണിത്. അഥവാ ഈ പറയുന്ന ദിക്ർ അത് വളരെ ലഘുവായ അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖീലതാനി ഫിൽ മീസാൻ, നാവിന് വളരെ എളുപ്പമാണെങ്കിലും അത് മീസാനിൽ, അമലുകൾ തൂക്കുന്ന മീസാനിൽ വളരെയധികം കനം തൂങ്ങുന്ന വാക്കുകളാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും പ്രിയങ്കരവുമായ വാക്കുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട് വാക്കുകൾ, ഈ രണ്ട് വാക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇത് മൊത്തത്തിൽ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. ദിക്റുകൾ ഈ രൂപത്തിൽ വളരെ എളുപ്പമുള്ളതായിരിക്കും, എന്നാൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതായിരിക്കുമെന്നാണ്. ഈ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി മിഅത മറ, ആരെങ്കിലും ഒരുവൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ ഗുഫിറത് ലഹു ദുനൂബുഹു വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവൻ്റെ പാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും അത് പൊറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, 100 തവണ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ഒരു ദിവസം ചൊല്ലാൻ ചുരുങ്ങിയത് എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ് എടുത്താലും വളരെ എളുപ്പമുള്ള ഇബാദത്താണ്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മീസാനിൽ അത് കനം തൂങ്ങും, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കാണ്. അല്ലെ, പിന്നെന്താണ്? കടലിലെ നുരയോളം തിന്മകളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമെന്നാണ്. അപ്പോൾ ദിക്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ദിക്റുല്ലാഹ്
അത് മിൻ അഖഫിൽ അഅമാൽ, ഏറ്റവും ലഘുവായ പ്രവർത്തനമാണ്. പക്ഷേ വമിൻ അഫ്ദലിൽ അഅമാൽ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവർത്തനം കൂടിയാണ്. നോക്കൂ അള്ളാഹുവിൻ്റെ ഒരു ഫضല് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം നോക്കൂ. വളരെ എളുപ്പമുള്ള ഇബാദത്ത് വളരെ ശ്രേഷ്ഠമായ പ്രതിഫലത്തോടുകൂടി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം നമുക്ക് എളുപ്പമാക്കിയിട്ടും ഇത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്തായിട്ടും ഒരുവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സ്മരിക്കുവാൻ സാധിക്കുന്നില്ല. നാവ് കൊണ്ടാകട്ടെ മനസ്സുകൊണ്ടാകട്ടെ പ്രവർത്തനങ്ങൾ കൊണ്ടാകട്ടെ അള്ളാഹുവിനെ സ്മരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവനേക്കാൾ വലിയ നഷ്ടക്കാരൻ ആരുമില്ല എന്നാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുള്ളൊരു അമൽ നമുക്ക് നിശ്ചയിച്ചു തന്നു. ആ എളുപ്പമുള്ള അമലിനോടൊപ്പം ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് വമ്പിച്ച പ്രതിഫലങ്ങളും അള്ളാഹു ഓഫർ ചെയ്തു. എന്നിട്ടും റബ്ബിനെ ഓർക്കാൻ, നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുവാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അത് ഒരുവൻ്റെ വലിയ നഷ്ടത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, തെളിവാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒരുപാട് ഈ വിഷയത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപാട് ഹദീസുകൾ ദിക്റുള്ള, അല്ലാഹുവിനെ സ്മരിക്കുക എന്ന ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഈ ഒരു ഇബാദത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ വളരെ മനോഹരമായി ദിക്റുള്ള കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അൽ വാബിലു സയ്യിബ് ഫിൽ കലിമി തയ്യിബ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട മനോഹരമായ, നമ്മൾ ഓരോരുത്തരും അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കിതാബാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന ഇബാദത്ത് കൊണ്ട് ഒരുവന് 100-ൽ കൂടുതൽ ഉപകാരങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം ഓരോ ഫായിദയും ഓരോ നേട്ടവും ദിക്റുള്ള കൊണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന ഇബാദത്ത് കൊണ്ട് ലഭിക്കപ്പെടുന്ന ഓരോ ഫായിദയും വിശദീകരിച്ചിട്ടുണ്ട്. 70ഓളം ഫായിദകൾ അദ്ദേഹം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ആ ഓരോ ഫായിദയിലും ഓരോ ഉപകാരത്തിലും ഈ ഇബാദത്തുകൾ അത് നിർവഹിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം 100ഓളം ഫായിദകൾ, 100ഓളം നേട്ടങ്ങൾ ദിക്റുള്ള കൊണ്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോ ഫായിദകളും വിശദീകരിച്ച് ഏകദേശം 70ഓളം ഫായിദകൾ അദ്ദേഹം ഉദ്ധരിച്ചു. അതിൽ ഓരോ ഫായിദയിലും ഈ ഇബാദത്തിനെ നമ്മൾ പ്രേരിപ്പിക്കുന്ന, ഈ ഇബാദത്തിലേക്ക് നമ്മൾ ഉണർത്തുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഈ ഓരോ ഉപകാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എത്രത്തോളം ഗുണകരമായിരിക്കും അത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ച ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് മസ്ജിദുൻ നബവിയിലെ അധ്യാപകനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്ൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിദഹുല്ലാ അദ്ദേഹം ലഘുവായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ചുരുങ്ങിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, ഫമിൻ ഫവായിദി ദിക്രി അന്നഹു ഹയാത്തുൽ ഖുലൂബി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കുക എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫായിദ, പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നാൽ അത് ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ജീവൻ അതിലാണുള്ളത്. വബിദൂനിഹി യമൂതുൽ ഖൽബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള സ്മരണയില്ല എങ്കിൽ
ഒരു മനുഷ്യൻ്റെ ഹൃദയം അത് മരണപ്പെട്ടു പോകുമെന്നാണ്. അത് മരവിച്ച് അത് മരണപ്പെട്ടു പോകും. ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതം, ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവൻ എന്തിനാണുള്ളത്? അള്ളാഹുവിനെ സ്മരിക്കുന്നതിലാണുള്ളത്. ആ ജീവൻ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഹൃദയം അത് മരണപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരുവൻ്റെ ഉദാഹരണം അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരുവൻ്റെ ഉദാഹരണമായി പറഞ്ഞത് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ഹൃദയം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരുവൻ, അവൻ ജീവനുള്ളവനെ പോലെയാണ്. അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരുവൻ, അള്ളാഹുവിൻ്റെ സ്മരണയില്ലാത്തൊരു ഹൃദയം, അത് മയ്യിത്താണ് എന്നാണ്, ഇത് ശവമാണ് എന്നാണ്. ജീവനില്ലാത്തതിൻ്റെ ഉപമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീ. അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഒരു ഭവനം, അതിൻ്റെ ഉദാഹരണം, വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീ. അള്ളാഹുവിനെ സ്മരിക്കപ്പെടാത്ത ഒരു ഭവനം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉദാഹരണം എന്താണ്? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്ത മയ്യിത്തിൻ്റെയും ഉദാഹരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരുവൻ്റെ ഉദാഹരണം അത് ജീവനുള്ളവൻ്റെ ഉദാഹരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ഭവനങ്ങൾ അത് ജീവനുള്ളവരുടെ ഭവനങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കാത്തവർ, അള്ളാഹുവിനെ സ്മരിക്കാത്ത ഭവനങ്ങൾ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. അത്തരം വീടുകൾ അത് മക്ബറകളാണ് എന്ന് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യാതൊരു നിലക്കും സ്മരിക്കപ്പെടാത്ത വീടുകൾ അത് മക്ബറകളാണ്, ഖബർസ്ഥാനുകൾ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകൾ, ഖബർസ്ഥാനുകളാക്കരുത്. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കുക. എങ്ങനെ വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കുക? നിസ്കരിച്ചുകൊണ്ട്, വീടുകളിൽ നിസ്കരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കലാമായ ഏറ്റവും വലിയ ദിക്റായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. ഇങ്ങനെയാണ് വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അത് വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ വീടുകളിൽ സ്മരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ആ വീടുകളിൽ നിസ്കാരം നടത്തപ്പെടുന്നില്ല എങ്കിൽ ആ വീട് മഖ്ബറക്ക് തുല്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി വീടുകളിൽ നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്ദലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഫർള് നിസ്കാരം അതൊഴിച്ചു നിർത്തിയാൽ ഏറ്റവും അഫ്ദലായ ഒരുവൻ്റെ നിസ്കാരം എന്നാൽ അത് വീട്ടിൽ വെച്ചുള്ള നിസ്കാരം എന്നാണ്. ഫർള് നിസ്കാരങ്ങൾ പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കുക എന്നുള്ളത് വാജിബുൻ ഐനി, ഓരോ പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അവന് ശർഈയായ ഉദ്റുകളില്ല എങ്കിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ്. എന്നാൽ ആ ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഒരുവൻ്റെ ഏറ്റവും അഫ്ളലായ നിസ്കാരം എവിടെയാണ്? അത് വീട്ടിൽ വെച്ചുള്ള നിസ്കാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞതുപോലെ വീടുകൾ മക്ബറകളാക്കാതിരിക്കാൻ വേണ്ടി. അല്ല, വീടുകളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ല, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്നില്ല, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അത് മക്ബറകൾ പോലെയാണ്. അതുകൊണ്ട് അങ്ങനെ മക്ബറകളായി നിങ്ങളുടെ വീടുകളെ മാറ്റരുത്, അവിടെ ഇബാദാത്തുകൾ നിർവഹിക്കപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ ഒരു വീട് അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ല എങ്കിൽ അത് മക്ബറക്ക് തുല്യാണെന്നാണ് പറഞ്ഞത്. ഇനി അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശൈത്വാനെ സ്മരിക്കുകയാണ് അവിടെ.
ശൈത്വാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടത്തപ്പെടുകയാണ് എങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കേവലം അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല എങ്കിൽ തന്നെ ആ വീട് വളരെ മോശമായൊരു വീടാണ്. അതിനോടൊപ്പം ശൈത്വാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാത്ത ആളുകൾ, അവരോടൊപ്പം പിശാചായിരിക്കും അവരുടെ കൂട്ടാളികളായിട്ടുണ്ടായിരിക്കുക എന്ന് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്നത് എങ്കിൽ നുഖയ്യിദ് ലഹു ശൈത്താനൻ, അവനൊരു ശൈത്താനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, അവന് പിന്നെ ആ ശൈത്താനായിരിക്കും കൂട്ടാളിയായിട്ടുണ്ടായിരിക്കുക. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് പിന്തി നിന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ് ശൈത്താനായിരിക്കും കൂട്ടാളിയായിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. ശൈത്താൻ അവൻ്റെ കൂട്ടാളിയായി കഴിഞ്ഞാൽ ശൈത്താൻ അവനെ യഥാർത്ഥ ദീനിൽ നിന്ന്, യഥാർത്ഥ പാതയിൽ നിന്ന് വഴിതെറ്റിക്കും. പക്ഷെ ഇവർ വിചാരിക്കുന്നത് വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഹിദായത്തിലാണ് എന്നാണ് അവർ വിചാരിക്കുകയും ചെയ്യുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇപ്പം സഹോദരങ്ങൾ, പറഞ്ഞു വന്നത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്, അതിലാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ജീവനുള്ളത്. ആ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യമില്ല എങ്കിൽ ഹൃദയം അത് മരണപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇബ്നു തൈമിയ റഹിമഹുല്ലയിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് വളരെ മനോഹരമായ ഒരു ഉദാഹരണം വിവരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യവും ഹൃദയം തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു തന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്. ഹൃദയത്തിന് ദിക്റിൻ്റെ ആവശ്യം, എന്നാൽ അത് മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണ് അതുപോലെയാണ് എന്ന്. യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ. ഒരു മത്സ്യം അതിനെ വെള്ളത്തിൽ നിന്ന് വേർപ്പെടുത്തിയാൽ, വെള്ളം അതിനെ പിരിഞ്ഞു നിന്നാൽ ഒരു മത്സ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെയാണ് ദിക്റും ഖൽബും തമ്മിലുള്ള ബന്ധം എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉത്തരം നൽകുക. അവർ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഉത്തരം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ, അതിനെ റൂഹ്, അതിനെ ആത്മാവ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിശേഷിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും വലിയ ദിക്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ വിശുദ്ധ ഖുർആൻ ആകുന്ന അള്ളാഹുവിൻ്റെ വഹീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ്, ജീവൻ, ആത്മാവ് എന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ പറഞ്ഞ റൂഹുമായി, ജീവനുമായി, ആത്മാവുമായി, അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഇവിടെ അള്ളാഹു വിശദീകരിച്ച, അള്ളാഹു വിശേഷിപ്പിച്ച റൂഹ് എന്നാൽ അത് വിശുദ്ധ ഖുർആനാകുന്ന വഹയാണ്, അത് അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. അപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളിലേക്ക് നമ്മിൽ നിന്നുള്ള റൂഹ്, ആത്മാവിനെ താങ്കളിലേക്ക് നാം വഹി നൽകിയിരിക്കുന്നു. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, ദിക്റാണ്.
അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് അവിടെ ഹൃദയത്തിന് ജീവൻ നൽകുന്ന വലിയൊരു കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിക്റാകുന്ന ഈ വഹി, അതിറങ്ങുന്ന മലക്ക്, അതുമായി ഇറങ്ങുന്ന മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് റൂഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നസല ബിഹി റൂഹുൽ അമീൻ. ഈ ദിക്റുമായി ഇറങ്ങിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് അർ-റൂഹുൽ അമീൻ എന്നാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദിക്റിൻ്റെ പ്രാധാന്യം, അതിന് നമ്മുടെ ഹൃദയവുമായുള്ള ബന്ധം അതെത്രത്തോളം ഉണ്ടായിരിക്കണം, അതിൻ്റെ പ്രാധാന്യം ഇത് നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഒരു ഫായിദ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരം ലഭിക്കുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന, അതിന് ജീവൻ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ദിക്റുള്ള ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയം അത് മരിച്ചു പോകും, നമ്മുടെ ഹൃദയം അത് മലിനമാകും, പിശാചി നമ്മളെ കൂട്ടാളിയാവുകയും അങ്ങനെ ളലാലത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഫായിദ, വമിൻ ഫവായിദി ദിക്രി അന്നഹു യത്റുദു ശൈത്താൻ വയുബ്ഇദുഹു അനിൽ ഇൻസാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദ, ഒരു വലിയ ഗുണമാണ്. ദിക്റുള്ള കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളത് പിശാചിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ആട്ടിയകറ്റുന്ന കാര്യമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ള ഒരു പരിചയമാണ്, ഒരു സംരക്ഷണ കവചമാണ് എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ, അവൻ്റെ ശരീരത്തിൽ പിശാചിന് ഒരു വഴിയുമില്ല, ഒരു സ്ഥാനവുമില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല അമറ യഹ്യ ഇബ്ന സക്കരിയ ബിഖംസി കലിമാത്തിൻ അൻ യഅമല ബിഹിന്ന വ അൻ യഅമുറ ബനി ഇസ്രായീല അൻ യഅമലു ബിഹിന്ന. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ ഇബ്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയോട് 5 കലിമത്തുകൾ കൊണ്ട് കൽപ്പിച്ചു. ആ 5 കലിമത്തുകൾ, 5 വാക്യങ്ങൾ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ ബനു ഇസ്രായേലുകാർ അത് പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി 5 കലിമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ അപ്രകാരം യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ഇന്ന റബ്ബി അമറനി ബിഖംസി കലിമാത്തിൻ. എൻ്റെ റബ്ബ് എന്നോട് 5 കലിമത്തുകൾ കൽപ്പിച്ചു, 5 കാര്യങ്ങൾ കൽപ്പിച്ചു. വഅമറനി അൻ ആമുറകും ബിഹിന്ന. ഈ 5 കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുവാൻ അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൽപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തെ കാര്യം അത് തൗഹീദാണ്. രണ്ടാമത്തെ കൽപ്പന അത് നിസ്കാരത്തിൻ്റെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം അത് ദാനധർമ്മത്തിൻ്റെ കാര്യമാണ്. 5ാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞു, വഅമുറുകും ബിദിക്രില്ലാഹി കസീറാ. നിങ്ങൾ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുവാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കൽപ്പിച്ച, സ്വന്തം സമൂഹത്തിനോട് കൽപ്പിക്കുവാൻ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. وَإِنَّ مَثَلَ ذَلِكَ كَمَثَلِ رَجُلٍ طَلَبَهُ الْعَدُوُّ سِرَاعًا فِي أَثَرِهِ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരുവന്റെ അവസ്ഥ എന്താണ്? അവൻ്റെ ഉദാഹരണം എന്താണ്? അവനൊരു ശത്രു, ആ ശത്രു ആ വ്യക്തിയെ പിടിച്ചു, അവനെ ശിക്ഷിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഫഅതാ ഹിസ്നൻ ഹസീനൻ, ആ ശത്രുവിൻ്റെ അരികിലുള്ള ഏറ്റവും വലിയ രക്ഷാകവചമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യം. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരുവന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു ശത്രു അവനെ ബലമായി പിടിച്ചു വെച്ചു, അവനെ ശിക്ഷിക്കാൻ പോകുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവനൊരു വലിയ രക്ഷാകവചം, വലിയൊരു സംരക്ഷണം ലഭിക്കുകയാണ് എങ്കിൽ
അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുന്നവൻ്റെ ഉപമ എന്ന് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, വഇന്നൽ അബ്ദ അഹ്സനു മാ യകൂനു മിനശ് ശൈത്താൻ ഇദാ കാന ഫീ ദിക്രില്ലാഹി അസ്സ വജൽ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം പിശാചിൽ നിന്ന് അവൻ ഏറ്റവും സുരക്ഷിതമാകുന്നപ്പോഴാണ്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പിശാചിൽ നിന്ന് സുരക്ഷിതനാകുന്നത് അവൻ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പിശാചിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന, പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയകറ്റുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. സൂറത്തുൻ നാസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിൻ്റെ ഒരു വിശേഷണമായി അള്ളാഹു പറഞ്ഞത് അൽ ഖന്നാസ്. ഖന്നാസ് എന്നാണ് പിശാചിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് ഈ ഖന്നാസ് എന്ന് പറഞ്ഞാൽ? അത് പിശാചിൻ്റെ ഒരു സിഫത്താണ്, പിശാചിൻ്റെ ഒരു വിശേഷണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം. പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവനാണ്. ഫഇദാ സഹാ വഗഫല വസ്വസ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം മറന്ന് അവൻ അശ്രദ്ധയിൽ ആയിക്കഴിഞ്ഞാൽ പിശാച് അവന് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പല രൂപത്തിലുള്ള വസ്വാസ് ഉണ്ടാക്കും. വഇദാ ദക്കറല്ലാഹ ഖനസ്. ഇനി അവൻ അള്ളാഹുവിനെ ഓർത്താൽ അവൻ പിന്തിരിഞ്ഞു പോകും. ഇപ്പം ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്തിരിഞ്ഞു പോകുന്നവൻ. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അവൻ പിന്തിരിഞ്ഞു പോകും. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സ്ഥലത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സന്ദർഭത്തിൽ പിശാചിന് ഒരു സ്ഥാനവുമില്ല എന്നാണ്. അല്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, ഒരാൾ ഒരു വാഹനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, ഷൈത്താൻ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ഷൈത്താൻ അവൻ വലിയ കിബറുള്ളവനായി വലുതാകും. അങ്ങനല്ല പറയേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചാൽ അവൻ ചെറുതായി, ഒരു കടുകുമണിയോളം അവൻ ചെറുതായി പോകുമെന്നാണ്. അപ്പോൾ ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം അവന് ഖന്നാസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്തിരിഞ്ഞു പോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാ അദ്ബറ ശൈത്താനു വലഹു ദറാത്ത്. അദാൻ അത് കൊടുക്കപ്പെട്ടാൽ, ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ഷൈത്താൻ പിന്തിരിഞ്ഞോടും, കീഴ്വായുട്ടുകൊണ്ട് അവൻ പിന്തിരിഞ്ഞോടും എന്നാണ്. അപ്പം അത്രയും അവന് അസ്വസ്ഥമാകുന്ന, അത്രയും അവന് വെറുപ്പുള്ള, അത്രയും ഇടങ്ങേറ് പിടിച്ച കാര്യമാണ് യഥാർത്ഥത്തിൽ ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കപ്പെടുന്ന വലിയ ഒരു നേട്ടമാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഓർത്തു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലി. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശൈത്താൻ അവൻ്റെ കൂട്ടുകാരോട് പറയും, ലാ മബീത ലക്കും വലാ അശാ. നിങ്ങൾക്കിന്നിവിടെ രാത്രി ഭക്ഷണവുമില്ല, ഇന്നിവിടെ താമസവുമില്ല എന്ന് ശൈത്താൻ പറയുമെന്നാണ്. ഇനി ഒരുവൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചില്ല എങ്കിൽ ശൈത്താൻ അവൻ്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്കിന്നിവിടെ ഭക്ഷണവും രാത്രി താമസവുമുണ്ട് എന്ന് പറയുമെന്നാണ്. അപ്പോൾ നോക്കി, എത്ര ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദിക്റിൻ്റെ മറ്റൊരു നേട്ടം, നമ്മുടെ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള
ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് മാനസികമായ ആശ്വാസം, മനസ്സിൽ സന്തോഷവും ആശ്വാസവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്മരണ കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, ഹൃദയങ്ങൾ അതിന് സമാധാനം ലഭിക്കപ്പെടുന്നത്, അതിന് ശാന്തി ലഭിക്കപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിലൂടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ യാതൊരു പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കുമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളുടെ വലിയ അടയാളമായി അള്ളാഹു പറഞ്ഞതാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടെല്ലാം അള്ളാഹുവിനെ എല്ലാ സന്ദർഭത്തിലും ഓർക്കുന്നവരാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതായി കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്വാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നവരായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ നാവ് കൊണ്ട് സ്മരിക്കുക എന്നുള്ളതിന് ശുദ്ധി അത് നിബന്ധനയല്ല എന്നാണ്. എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കാം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു നേട്ടം പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹൃദയത്തിൻ്റെ കാഠിന്യം അത് ഇല്ലാതെയാക്കുമെന്നുള്ളതാണ്. തിന്മകൾ കൊണ്ട് കറ പിടിച്ച് ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളം ഓർക്കുന്നതിലൂടെ ആ ഹൃദയകാഠിന്യം അത് നീക്കിക്കളയുവാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ സഈദ്, അബൂ സഈദ്, അഷ്കു ഇലൈക കസ്വത ഖൽബി. എൻ്റെ ഹൃദയം അത് കടുത്തുപോയിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചൊരു വ്യക്തി ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദിബുഹു ബിദിക്രില്ലാഹി അസ്സ വജൽ. എൻ്റെ ഹൃദയം അത് തിന്മകൾ കൊണ്ട് കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർത്തുകൊണ്ട് അതിനെ അലിയിച്ച് കളയുക എന്ന് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൻ്റെ കാഠിന്യം ഇല്ലാതെയാക്കുന്ന കാര്യമാണ്. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ്. ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ തൗബ ചെയ്ത് മടങ്ങിയില്ല, വീണ്ടും തിന്മകൾ ആവർത്തിച്ചാൽ ആ ഹൃദയത്തിൽ ആ കറ കൂടിക്കൂടി അവൻ്റെ ഹൃദയം മുഴുവൻ കറ പിടിച്ച് അത് ഹൃദയകാഠിന്യത്തിലേക്ക് എത്തിക്കും. ആ ഹൃദയകാഠിന്യം അത് ഇല്ലാതെയാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാണ് ഓർക്കുന്നത് അവനെ അല്ലാഹു ഓർക്കും എന്നുള്ളത്. ഇത് ദിക്റിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കും. ഇത് ദിക്റിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഇത് പണ്ഡിതന്മാർ പറയുന്ന
പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. നമ്മൾ എന്തൊരു ഇനത്തിൽപ്പെട്ട അമലാണോ ചെയ്തത് അതേ ഇനത്തിൽപ്പെട്ട പ്രതിഫലം. അല്ലാഹു എന്താ പറഞ്ഞത്? ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയുള്ളവരോട് കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. ഭൂമിയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നിങ്ങളെ ഓർക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. അള്ളാഹു പറഞ്ഞില്ലേ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ആളുകളെ അള്ളാഹു ഓർക്കുമെന്നാണ്. ഫമൻ ദക്കറല്ലാഹ ദക്കറഹുല്ലാഹ്. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നത് അവനെ അള്ളാഹു ഓർക്കും. വമൻ നസിയല്ലാഹ് നസിയഹുല്ലാഹ്. ആരാണ് അള്ളാഹുവിനെ മറക്കുന്നത് അവനെ അള്ളാഹു മറക്കും. അള്ളാഹു പറഞ്ഞു നസുല്ലാഹ ഫനസിയഹു. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു, അപ്പോൾ അള്ളാഹു അവരെയും മറന്നു. ജസാഅൻ വൈഫാഖ. യോജിച്ച പ്രതിഫലം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിഫലം ഈ രൂപത്തിലാണ്, യോജിച്ച പ്രതിഫലം, നന്മക്ക് നന്മ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫദ്കുറൂനി അദ്കുർക്കും. നിങ്ങൾ എന്നെ ഓർക്കുക. അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ലൗലം യകുൻ ഫി ദിക്രി. ദിക്റിനെ സംബന്ധിച്ചിടത്തോളം ലഹാദിഹി വഹ്ദഹ ലകഫാ ബിഹാ ഫദ്ലൻ വശറഫ. ദിക്റിന് ഈ ഒരു ഫായിദ മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇത് തന്നെ ഇതിൻ്റെ ശ്രേഷ്ഠതയായി, ഇതിൻ്റെ പദവിക്കായി മതിയായതാണ് എന്നാണ്. നമ്മളിപ്പോൾ ദിക്റുല്ലാഹുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. ഈ ശ്രേഷ്ഠത ഒന്നുമില്ല. അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹു ഓർക്കും. ഈ ഒരു ശ്രേഷ്ഠത മാത്രമാണ് ദിക്റുള്ളക്കുള്ളത് എങ്കിലും അത് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയായി, അതിൻ്റെ ഷറഫായി മതിയായതാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും. നോക്കൂ നിങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ സാധിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നിസ്സാരരായ മനുഷ്യന്മാരിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ ഓർത്താൽ തിന്മകൾ ചെയ്യുന്ന നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ഒരു മനുഷ്യൻ അവൻ സ്വയം അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെയും സ്വയം ഓർക്കുന്നതാണ്. ഇനി വഇൻ ദക്കറനി ഫീ മലഇൻ. ഒരുവൻ ഒരു ചെറിയ സംഘത്തിൽ അള്ളാഹുവിനെ ഓർത്താൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും. അവൻ അള്ളാഹുവിനെ ഓർത്ത ആ സംഘത്തേക്കാൾ ഖൈറായ മറ്റൊരു സംഘത്തിനിടയിൽ അള്ളാഹു അവനെ ഓർക്കുന്നതാണ്. മലക്കുകൾക്കിടയിൽ അള്ളാഹുവിനെ ഓർത്ത ഈ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കും, അവനെ സ്മരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിനേക്കാൾ വലിയ പ്രതിഫലം മറ്റേതാണുള്ളത്? ഇതിനേക്കാൾ വലിയ ഒരു പദവി ഏതാണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള അള്ളാഹുവിന് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഇബാദത്തുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുൽക്കിൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കുകയോ എന്തെങ്കിലും കുറക്കുകയോ ഇല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ ഫضലാണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഒരു ഹൽഖയിൽ നിന്ന്, ഒരു സദസ്സിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അജ്ലസകും. സ്വഹാബികൾ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂടിയിരുന്നത്? അവർ പറഞ്ഞു ജലസ്നാ നദ്കുറുല്ലാഹ് വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം.
ഞങ്ങൾ ഇരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മാ അജ്ലസകും ഇല്ലാ ദാക്. അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ പറയുക, നിങ്ങളെ ഈ കാര്യമല്ലാതെ മറ്റൊന്നും നിങ്ങളിങ്ങനെ കൂടിയിരുത്തിയിട്ടില്ലേ? സ്വഹാബികൾ പറഞ്ഞു, വല്ലാഹി മാ അജ്ലസ്ന ഇല്ലാ ദാക്, ഞങ്ങളെ കൂടിയിരുത്തിയത് ഈ ഒരു കാര്യം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമാ ഇന്നി ലം അസ്തഖ്ലിഫ്കും തുഹ്മതൻ ലക്കും വലാകിന്നഹു അതാനി ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അരികിൽ വന്നു, ഫഅഖ്ബറനി, എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. നിങ്ങൾ ഈ ഇരുന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മലക്കുകൾക്കിടയിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുകയാണ് എന്നാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി ഇരുന്ന ആളുകൾ അവരെക്കുറിച്ച് മലക്കുകൾക്കിടയിൽ പറഞ്ഞ് അഭിമാനിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠതയാണിത്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഒരു ചെറിയ സംഘം അള്ളാഹുവിൻ്റെ പള്ളികളിൽ വെച്ചൊരു പള്ളിയിൽ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്ത് അത് പരസ്പരം പഠിപ്പിച്ച് അങ്ങനെ കൂടിയിരുന്നാൽ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സക്കീനത്ത് അവതരിക്കുമെന്നാണ്, അവനിൽ നിന്നുള്ള സമാധാനം ലഭിക്കുമെന്നാണ്. വഗശിയത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യുമെന്നാണ്. വഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയുമെന്നാണ്. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകൾക്കിടയിൽ അവരെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ നിയ്യത്ത് ആത്മാർത്ഥാണെങ്കിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമുക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ നേട്ടമാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യവുമായി ബന്ധമുള്ള മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും സ്വലാത്ത് ലഭിക്കും എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക, അവനെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായി പ്രകീർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലും, വമലായികതുഹു, അവൻ്റെ മലക്കുകളും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന ആളുകൾക്കുള്ളൊരു വലിയ നേട്ടമാണ് അവർക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും സ്വലാത്ത് ലഭിക്കും എന്നുള്ളത്. ഇനി എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മാ സ്വലാത്തുല്ലാഹി അലൈഹി ഫഹിയ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്കിടയിൽ അവനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. ഇനി മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ, വഅമ്മാ സ്വലാത്തുൽ മലായികതി അലൈഹി ഫബിദുആഇഹിം ലഹു, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് എന്ന് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ പാപമോചനം തേടും. ഇതാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിൻ്റെ അർശ് അത് ചുമക്കുന്ന ആളുകൾ, ആ അർശിനു ചുറ്റുമുള്ള ആളുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. വയുഅ്മിനൂന ബിഹി, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും ചെയ്യും. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യും.
എങ്ങനെ പറയാ അവര്? റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവേ, തൗബ ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ നിന്റെ മാർഗം പിൻപറ്റിയ ആളുകൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അതേപോലെ തന്നെ അവരെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ എന്ന് മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവർ പ്രാർത്ഥിക്കും, റബ്ബന വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും. അല്ലാഹുവേ, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അവരുടെ മക്കളിൽ നിന്നും അവരുടെ ഭാര്യമാരിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും നന്മ ചെയ്ത ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. വഖിഹിമുസ്സയ്യാത്ത്, അതേപോലെ തന്നെ അല്ലാഹുവേ, അവരെ തിന്മകളിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്നും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമെന്നാണ്. നോക്കൂ, മലക്കുകളുടെ പ്രാർത്ഥന, അവരുടെ പാപമോചനത്തേട്ടം ഇത് ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. ഇതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ദിക്റുല്ലാ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ നേട്ടമാണ് അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവ് ഒരുപാട് തിന്മയിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിനെ ധാരാളമായി യഥാർത്ഥത്തിൽ ഓർക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ നാവുമായി ബന്ധപ്പെട്ട് അവന് ഭവിക്കാവുന്ന തിന്മകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ നാവ് കൊണ്ട് ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന വിഷയത്തിൽ ഒരുപാട് നമുക്ക് കുറവുള്ളത് കൊണ്ടാണ്. ഗീബത്ത് ഉണ്ടാകുക, മറ്റുള്ള ആളുകളെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുക, കളവുകൾ ഉണ്ടാകുക, അനാവശ്യമായ പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, ഇതൊക്കെ നാവുമായി ബന്ധപ്പെട്ട് വരുന്ന തിന്മകളാണ്. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്സറു ഖതായ ബിനി ആദമ അലാ ലിസാനിഹി എന്നാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ തിന്മ ഉണ്ടാകുക ഏത് വഴിയിലൂടെയാണ്? നാവ് വഴിയിലൂടെയല്ലോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ തിന്മകൾ നമുക്ക് സംഭവിക്കാൻ ഒരു പരിധി വരെ ഒരു കാരണം ദിക്റുല്ലാ എന്ന വിഷയത്തിൽ നമ്മൾ വരുത്തിയ വീഴ്ചയാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു കാര്യമാണ്. ദിക്റുല്ലാ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ നാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിന്മയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുമെന്നാണ്. ഇല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദിക്റുല്ലാഹി ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാ. ജനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ഷാറാണ്, അവൻ ഷാറാണ്, ഇങ്ങനെ ജനങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു ദാ ആണ് എന്നാണ്, ഒരു രോഗമാണ് എന്നാണ്. എന്നാൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതോ അതൊരു ചികിത്സയാണ്, ഒരു മരുന്നാണ് എന്നാണ്. അള്ളാഹുവിനെ ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഉപകാരമാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ട് നല്ല ജീവനുണ്ടാകും, നല്ല സമാധാനം, സ്വസ്ഥത ഉണ്ടാവും. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട, പ്രയാസപ്പെടേണ്ട ഒരാവശ്യം ഉണ്ടാകൂല. അപ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന മറ്റൊരു നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിനെ സംരക്ഷിക്കുവാൻ, നാവുമായി ബന്ധപ്പെട്ടുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അവനെ സഹായിക്കും, അവന് ആ ഒരു നേട്ടം ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ 70ഓളം നേട്ടങ്ങൾ, അൽവാബിൽ സ്വൈബ് എന്ന ആ ഗ്രന്ഥത്തിൽ 70ഓളം നേട്ടങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായും നമുക്ക് വായിക്കാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.